ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. 2022 കോട്ടക്കൽ ബൈപ്പാസിൻ്റെ നിർമ്മാണങ്ങൾ ദേശീയപാത 66 ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇതൊന്ന് കണ്ടോക്ക്. എത്രത്തോളം മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. പിന്നെ ഞാനിപ്പോൾ കയറിയിരിക്കുന്നത് പുത്തനത്താണി എന്നാണ് കേട്ടോ. പുത്തനത്താണി എന്നാണ് ചെനക്കലിൽ നമ്മൾ കയറിയിരിക്കുന്നത്. ഈ റോഡ് കൂടെ പോകാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡും അത്യാവശ്യം മരങ്ങളൊക്കെ വെട്ടി നിരപ്പാക്കിയിട്ടുണ്ട്. ആറുവരിപ്പാതയാണല്ലോ. പിന്നെ അതുപോലെ തന്നെ ചില വീടിൻ്റെ മുമ്പ് കൂടെയൊക്കെ ലൈനിട്ട് പോയിട്ടുണ്ട്, അവിടെ നിന്നൊക്കെ പൊളിക്കുന്നുണ്ട്. ശരിക്കും ഇത് കണ്ട ഒരു തെങ്ങുംതോപ്പ തോന്നുന്നുണ്ട്, കാരണം ഒഴിഞ്ഞ സ്ഥലത്ത് കൂടെയാണ് ഇത് പോയിരിക്കുന്നത്. പിന്നെ റോഡുകളിലൊക്കെ മാർക്കിങ് നടത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് അവിടെ നിന്നാണ് പാലങ്ങൾ പൊന്നണം, അതിൻ്റെ പില്ലറിൻ്റെ പണിക്കുള്ള മാർക്കിങ്ങാണ് തോന്നുന്നുണ്ട്. കാരണം ഇറക്കും കയറ്റായതുകൊണ്ട് നല്ല വലുപ്പത്തിലൊരു പാലം വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുത്തനുള്ള ഇറക്കാണ്, പണികളൊക്കെ ഉഷാറായിട്ട് നടന്നു പോകുന്നുണ്ട്. പിന്നെ JCB ഒക്കെ അവിടെ പണിയെടുക്കുന്നുണ്ട്, ഓരോ ഭാഗങ്ങളും മാന്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയും കുറേ വീടുകൾ പൊളിക്കാനുണ്ട്, വീടുകളുടെ സൈഡുകളൊക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടുന്ന് ഏകദേശം നമ്മൾ പോകുന്നത് എടരിക്കോട് ഭാഗത്തേക്കാണ്. അപ്പോൾ ഈ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ എടരിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ രണ്ട് ബ്ലോക്കുകൾ. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് പുത്തനത്താണി കഴിഞ്ഞിട്ടുള്ള സ്ഥലം കേട്ടോ. പുത്തനത്താണിയിൽ നിന്ന് വരുമ്പം കോട്ടക്കലിൽ നിന്ന് വരുമ്പം പുത്തനത്താണി എത്തുന്നതിന് മുമ്പുമാണ്. അപ്പം അവിടുന്നാണ് ഇപ്പം നമ്മൾ ഏകദേശം ഈ ബൈപ്പാസിൽ കയറിയിരിക്കുന്നത്. ഇവിടുന്ന് ഇതാ വീട് പൊളിച്ച് നിന്നൊക്കെ ആൾക്കാർ ഒഴിഞ്ഞു പോയിരിക്കുന്നു. ഇവിടെ നല്ലൊരു താഴ്ചയാണ്. ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല പേടിയാണ്, കാരണം ഇടതുഭാഗത്ത് നല്ല താഴ്ചയാണ്. അതൊക്കെ മണ്ണിട്ട് ഉയർത്താനുള്ളതാണ്. ടിപ്പർ ലോറിലൊക്കെ സാധനങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഇനി 2 വയോഡക്റ്റ് പാലങ്ങൾ വരാനുണ്ട്, പിന്നെ ഒരു ഫ്ലൈ ഓവറും, പിന്നെ 3 ചെറിയ ചെറിയ. ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഇവിടെയാണ് വയഡക്റ്റ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചെനക്കലിൽ നിന്ന് നേരെ കയറുന്ന സമയത്ത് സ്വാഗതമാട് കഴിഞ്ഞിട്ടുള്ള ഭാഗം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആദ്യത്തെ വയഡക്റ്റ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രദേശമൊക്കെ നിങ്ങൾ കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. ഞാൻ അന്ന് ഈ വഴിക്ക് പോകുന്ന സമയത്ത് ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ടായിരുന്നു. ആ വീടൊക്കെയാണ് പൊളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പലർക്കും ഇത് ഓർമ്മകൾ തന്നെ ആയിരിക്കും. ഒരു പ്രദേശം തന്നെ ആകെ മാറിയിരിക്കുകയാണ്. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ വർഷങ്ങളായിട്ട് കെട്ടിപ്പടുത്ത ഒരു വീടൊക്കെ ഇങ്ങനെ പൊളിച്ചു പോകുമ്പോൾ അതിൻ്റെ വിഷമം നമുക്ക് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. കുറേ കിണറുകളൊക്കെ ഉണ്ട്. കിണറുകൾ കാണുമ്പോൾ അതിൻ്റെ അടുത്തൊക്കെ ഒരു വീടുണ്ടായിരുന്നു, അതൊക്കെ മൂടിയിട്ടിട്ട് അതിനനുസരിച്ചുള്ള 60 അലൈൻമെൻറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ തെങ്ങാണ്, തെങ്ങും പിന്നെ പാടങ്ങളായിട്ടാണ് പോകുന്നത് കേട്ടോ. ഇതൊക്കെ ഫുള്ള് തെങ്ങും തൊട്ടത്. ഈ വീടൊക്കെ ആൾക്കാർ ഒഴിഞ്ഞു പോയിരിക്കുകയാണ്. പിന്നെ ഇത് ചെറുശോല ഭാഗങ്ങളാട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ബിൽഡിങ്ങുകൾ മാർക്ക് ചെയ്തിട്ട് അത് പൊളിക്കുന്നുണ്ട്. പൊളിച്ച സ്ഥലത്തു നിന്നൊക്കെ പിന്നീട് കമ്പികളൊക്കെ മാറ്റുന്നുണ്ട്. നോക്കിയാൽ നിങ്ങൾ ഒരു എന്താ പറയുക, സത്യം പറഞ്ഞാൽ എത്രത്തോളം മാറ്റം. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും കാണും വേണം, അത് കഴിഞ്ഞിട്ട് പിന്നീട് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ പുതിയ വെർഷനും കാണണം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം മാറ്റം ഈ ഭാഗത്താണ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 2-3 പാലങ്ങളുടെ പണികളൊക്കെ നിർമ്മിച്ചിരിക്കുന്നു, ഡ്രൈനേജ് കണക്ട് ചെയ്യുന്നത്. അത്രത്തോളം വൈഡനിങ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. ശരിക്കും ഒരു പാടം തന്നെയാണ്. പാടത്തിനോട് ചേർന്ന് വീടുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടേക്കാണ് ഇപ്പോൾ 6 വരിപ്പാത ഇതിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഹൈടെക് വയഡക്റ്റ് പാലം. ഈ വയഡക്റ്റ് പാലം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ സമനില പ്രദേശങ്ങളൊന്നും അല്ലാത്ത സ്ഥലത്ത് കൂടെ പോകുന്ന പാലത്തിനാണ് അതിന് പറയട്ടെ. കാരണം ഉയരത്ത് കൂടെ പോവുക. ഇവിടെയൊക്കെ റോഡിൻ്റെ പണി അടിപൊളിയായിട്ട് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ വേറെ മെച്ചമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചങ്കുവെട്ടി എടരിക്കോട് ഉണ്ടല്ലോ, ഭയങ്കര ബ്ലോക്കാണ്. ആ ബ്ലോക്ക് കൊണ്ട് ഒഴിഞ്ഞു കിട്ടും. ഇപ്പോൾ നിങ്ങളിപ്പം നമ്മൾ നേരത്തെ വട്ടപ്പാറ കണ്ടില്ല, വട്ടപ്പാറ നിന്ന് നേരെ വന്ന് പുത്തനത്താണി കഴിഞ്ഞാൽ ഈ ഇതിൽ കൂടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ കോഴിക്കോട് പോകാനുള്ള റോഡാണ്ട് കറക്റ്റാണ്. നല്ല പൊടിയൊക്കെ പറഞ്ഞിട്ട് ഏകദേശം ഇത് എടുത്ത് ഈ വീഡിയോ എടുത്ത് ഞാൻ അപ്പുറം എടരിക്കോട് ഭാഗത്തേക്ക് എത്തിയപ്പോഴത്തേക്കും എൻ്റെ മേലൊക്കെ ആകെ പൊടിയായിരുന്നു. ബുള്ളറ്റൊക്കെ ആകെ പൊടിയിൽ കുളിച്ച് നിൽക്കുന്നു. ഇതുണ്ട് 2 സൈഡും വയലുകളാട്ടോ, വയലുകളായിട്ട്. ഇപ്പം നമ്മൾ ഈ പോകുന്ന നേരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എടരിക്കോടിക്ക് പോകാനുള്ള റോഡാട്ടോ. ഇത് നേരെ ചെന്ന് മുട്ടണത് നമ്മളെ എടരിക്കോട് നിന്ന് തിരൂർക്ക് പോകുന്ന റോഡുണ്ട്, ആ റോട്ടിലേക്കാണ് വരിക. ആ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ മറ്റേ പാടത്ത് കയറിയിട്ടാണ് ആയിക്കോട്ടെ. ശരിക്ക് ഇത് അധികം പാടത്തു കൂടെയാണ് പോയിരിക്കുന്നത്. പിന്നെ ഈ പാടൊക്കെ നിങ്ങൾക്ക് വേണം മനസ്സിലാവും. ചിലപ്പം കഴിഞ്ഞ 2 വർഷം മുമ്പുള്ള വെള്ളപ്പൊക്കത്തിനെ ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞിരുന്നു ശരിക്ക്. കണ്ട ഈ കാണുന്ന റോഡാണ്, ഈ റോഡാണ് നമ്മൾ തിരൂർക്ക് പോകുന്ന റോഡ്. ഈ റോഡ് ക്രോസ് ചെയ്യണം. ഈ റോഡിൻ്റെ മുകളിൽ കൂടെ ഒരു ചെറിയൊരു പാലം വരുന്നുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ തിരൂരും റൈറ്റിക്കാണ് എടരിക്കോട് കേട്ടോ. ഇനി നമ്മളിത് കട്ട് ചെയ്ത് പോവുകയാണ്. ഇവിടെ നിന്നാണ് പാലം. അപ്പോൾ നമ്മൾ ചെനക്കലിൽ നിന്നാണ് കയറിയത്. ചെനക്കലിൽ നിന്നും നേരെ പാലച്ചിറമാട് ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എടരിക്കോട് നിന്ന് തിരൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് മമ്മാലിപ്പടി. മമ്മാലിപ്പടിയിൽ ഒരു ഫ്ലൈ ഓവർ. ആ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഒരു തോടുണ്ട്. ആ തോടിന് കുറുകെ ഒരു 6 വരി പാലം നിർമ്മിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് കോട്ടക്കൽ ബൈപ്പാസിലെ 2ാമത്തെ വയഡക്റ്റ് വരുന്നത്.
ഇതൊക്കെ വയൽ പ്രദേശമായിട്ട് ഇപ്പം ഇതൊക്കെ കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. അത്രത്തോളം മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ ഭാഗങ്ങളൊക്കെ പോയിരിക്കുന്നത്. അപ്പോൾ വയഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. പിന്നീട് നമ്മൾ എടരിക്കോട് കോഴിക്കോട് റോഡുണ്ട്, അത് ക്രോസ് ചെയ്തിട്ടാണ് വയഡക്റ്റ് കടന്നു പോകുന്നതും. പലരും പുതിയ വീഡിയോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. പണ്ട് എങ്ങനെയായിരുന്നു ഈ പ്രദേശങ്ങൾ എന്ന് ആർക്കും കറക്റ്റായിട്ട് ധാരണയില്ല. അപ്പോൾ നേരെ നമ്മളെ യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ പോവുക. യൂട്യൂബ് ചാനലിലാണെങ്കിൽ പ്ലേലിസ്റ്റ് എടുത്തിട്ട് അതിൽ ഓരോ ഭാഗങ്ങൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2022 മുതലുള്ള ദേശീയപാത 66 വികസനങ്ങൾ നിങ്ങൾക്ക് മുഴുവനായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയാൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് എടരിക്കോട് കോഴിക്കോട് റോഡ് കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗത്തൂടെയാണ് വയഡക്റ്റ് കണക്ട് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്ത വീഡിയോസ് കാണുവാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലായ നിഷാദ് പടിഞ്ഞാറ്റുമുറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിഷാദ് പടിഞ്ഞാറ്റുമുറി എന്ന പേജും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ.